തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തു വരുന്നു. അവസാന ലാപ്പിൽ പിണറായി കുതിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. 3 തുറുപ്പുചീട്ടാണ് പിണറായി ഇറക്കിയിരിക്കുന്നത്. ഒന്ന്, അയ്യപ്പ സംഗമം. മുമ്പ് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ത്രീകളെ കയറ്റിവിട്ടത് പിണറായിക്ക് വലിയ തിരിച്ചടിയായി മാറി. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF തോൽക്കാനുള്ള പ്രധാന കാരണം അയ്യപ്പ ക്ഷേത്രത്തിൽ ആക്ടിവിസ്റ്റുകളെ കയറ്റിവിട്ടതായിരുന്നു. അതിനുള്ള പ്രതിവിധിയായിട്ടാണ് അയ്യപ്പ സംഗമം പിണറായി സംഘടിപ്പിക്കുന്നത്. അയ്യപ്പ സംഗമത്തിലൂടെ തൻ്റെ ആ ഒരു ബാഡ് മാർക്ക് മാറ്റാൻ കഴിയുമെന്ന് പിണറായി വിചാരിക്കുന്നു. അയ്യപ്പ സംഗമം വലിയ തോതിൽ തന്നെ നടക്കുകയും ചെയ്യും. ഭൂനിയമ ഭേദഗതിയാണ് മറ്റൊരു തുറുപ്പുചീട്ട്. മലയോര കർഷകർക്കിടയിൽ ഈ തുറുപ്പുചീട്ട് വലിയ ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ ഭൂനിയമ ഭേദഗതി കൊണ്ടുവരാൻ പിണറായി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. ഇതോടെ സാധാരണ തട്ടിൽ ഭരണവിരുദ്ധ വികാരം ഇല്ലാതാക്കാൻ പിണറായിക്ക് കഴിഞ്ഞു. ഓണക്കിറ്റാണ് ജനങ്ങളെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകം. നല്ലൊരു എല്ലാം തികഞ്ഞ ഒരു ഓണക്കിറ്റാണ് വിതരണം ചെയ്യുന്നത്. ഓണക്കിറ്റും അയ്യപ്പ സംഗമവും ഭൂനിയമ ഭേദഗതിയും കൊണ്ട് തനിക്ക് വീണ്ടും തുടർ ഭരണത്തിലെത്താമെന്ന് പിണറായി വിചാരിക്കുന്നു. പിണറായിയുടെ PR ടീം ശക്തമാണ്. ആ PR ടീമിൻ്റെ ബലത്തിലാണ് പിണറായി കളിക്കുന്നത്, ഈ കളം നിറഞ്ഞ് കളിക്കുന്നത്. അപ്പുറത്ത് കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ്. LDFന് അതില്ല. LDF തുടർഭരണം ലഭിച്ചാൽ പിണറായി തന്നെ മുഖ്യമന്ത്രിയായി വരും, അല്ലെങ്കിൽ അദ്ദേഹം സ്വമേധയാ ഒഴിയണം. എന്തായാലും താനിനി മുഖ്യമന്ത്രിയാകാനില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത മുഖ്യമന്ത്രിയെ CPM കണ്ടെത്തുകയും കൊണ്ടുവരികയും ചെയ്യും. പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റനായി നിന്ന് തിരഞ്ഞെടുപ്പ് നയിക്കുക പിണറായി വിജയൻ തന്നെയായിരിക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല. പിണറായി വിജയൻ വളരെ തന്ത്രപൂർവ്വമാണ് കൈകാര്യങ്ങൾ ചെയ്യുന്നത്. രണ്ടാം പിണറായി മന്ത്രിസഭയ്ക്ക് അവസരമൊരുക്കിയത് കോവിഡും പ്രളയവും ഒക്കെയായിരുന്നു. കോവിഡ്, പ്രളയം, നിപ്പ വൈറസ്, ഓഖി തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ പിണറായി വിജയന് കഴിഞ്ഞു. അതുകൊണ്ടാണ് സ്വർണ്ണക്കള്ളക്കടത്തും സ്വപ്നയുടെ മൊഴികളും ഒന്നും പിണറായി സർക്കാരിന് ബാധകമാകാതെ പോയത്. ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നതും ശ്രദ്ധേയമാണ്. ശബരിമല അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ 2 സ്ത്രീകളെ കയറ്റിവിട്ടത് വലിയ തിരിച്ചടി ഗവൺമെൻറ്റിന് ഉണ്ടാക്കിയെന്ന് പിണറായി തിരിച്ചറിയുന്നു. അയ്യപ്പ ഭക്തന്മാരെ കയ്യിലെടുക്കാനാണ് അയ്യപ്പ സംഗമം. ഭൂനിയമ ഭേദഗതി മലയോര കർഷകരെയും NSSനെയും കയ്യിലെടുക്കാനുള്ള സിദ്ധാന്തമാണ്. NSS പിണറായിയോട് അകന്നു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് മാറ്റി NSSനെ കൂടെ നിർത്താനാണ് പിണറായി താല്പര്യപ്പെടുന്നത്. SNDPയിലെ വെള്ളാപ്പള്ളി നടേശൻ പിണറായിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് അവിടം വലിയ പ്രശ്നമില്ല. പക്ഷേ NSSനെയും കൂടെ സ്വാധീനിച്ചാലേ ഹിന്ദു വോട്ടുകൾ പെട്ടിയിൽ വീഴുകയുള്ളൂ. അതുകൊണ്ട് NSSനെ എന്ത് വിധേനയും പ്രതിരോധിക്കാൻ, NSSനെ എന്ത് വിധേനയും സന്തോഷിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു. ഭൂനിയമ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ്. NSSനെയും മലയോര കർഷകരെയും കരുതി തൻ്റെ പാർട്ടി NSSനെയും മലയോര കർഷകരെയും സംരക്ഷിക്കുമെന്ന സന്ദേശമാണ് ഇതിലൂടെ പിണറായി വിജയൻ നൽകുന്നത്. അയ്യപ്പ സംഗമത്തിലൂടെ തൻ്റെ പാർട്ടി ഭക്തിക്ക് എതിരല്ലെന്നും അയ്യപ്പൻ്റെ എല്ലാ മൂല്യങ്ങളും എല്ലാ വിശുദ്ധിയും തങ്ങൾ അംഗീകരിക്കുന്നു എന്ന സന്ദേശമാണ് പിണറായി ഭക്തർക്ക് നൽകുന്നത്. ഓണക്കിറ്റിലൂടെ സാധാരണക്കാരായ ജനങ്ങളെ തങ്ങൾ മറന്നിട്ടില്ലെന്നും സാധാരണക്കാരുടെ പട്ടിണി അകറ്റാൻ ഗവൺമെൻറ് എപ്പോഴും ശ്രദ്ധ പുലർത്തുമെന്നും ഉള്ള ഒരു അവബോധം അവരിൽ ജനിപ്പിക്കുകയാണ് പിണറായി ചെയ്യുന്നത്. എന്തായാലും അയ്യപ്പ സംഗമവും ഭൂനിയമ ഭേദഗതി ബില്ലും ഓണക്കിറ്റും ഒക്കെയായി കളം നിറഞ്ഞ് കളിക്കുകയാണ് പിണറായി.